പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 18-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തി. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. യഹോവ ഈരയായി, യഹോവ നിസിയായി, യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവർ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും, കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കണം കേട്ടോ. ഇന്ന് പകൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ആനന്ദത്തോടെ സ്തോത്രം ചെയ്യണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് വാക്കുമാറാത്ത കർത്താവാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് മൂടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. മറുരൂപമലയിൽ യേശു പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഇരുന്നപ്പോൾ ആ മേഘം മൂടിയതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ആ മേഘത്താൽ, മഹത്വത്തിൻ്റെ മേഘത്താൽ ഇന്ന് ഞങ്ങളെ മൂടുന്നതിനായി സ്തോത്രം. അങ്ങയുടെ മഹത്വത്തിൻ്റെ മേഘത്താൽ ഞങ്ങളെ മൂടുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ആ മഹത്വത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അസാധ്യങ്ങൾ ഇപ്പോൾ സാധ്യമാകട്ടെ. ആമേൻ. ആരോഗ്യമുണ്ടാകട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ. ആമേൻ. ശാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. ദൈവിക അത്ഭുതങ്ങൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയ സംബന്ധമായ രോഗത്താൽ, ഹാർട്ടിൻ്റെ വാൽവ് സംബന്ധമായ രോഗം, ഹാർട്ട് മസിൽസ് സംബന്ധമായ രോഗങ്ങൾ, ആമേൻ ആമേൻ, എല്ലാ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ. ഹൃദയത്തിൽ ഹോൾസ്, കിഴുത്തയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന കേസുകൾ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൺജനൈറ്റലായി ജന്മനായുള്ള ഹൃദയത്തിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹൃദയത്തിൻ്റെ താളം ശരിയാകട്ടെ, ഹൃദയത്തിൻ്റെ പമ്പിങ് ശരിയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വാൽവുകളുടെ ശക്തി വർദ്ധിക്കട്ടെ, മസിലുകൾ പവർഫുള്ളായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കേസുകളും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ജീവൻ യേശുവിൻ നാമത്തിൽ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അതുപോലെ കാൽമുട്ടുകൾ മടക്കുവാനും നിവർക്കുവാനും കഴിയാതെ സ്റ്റെപ്പുകൾ കയറുവാൻ പ്രയാസപ്പെടുന്നവർ, ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമായിട്ട് 2 കാൽമുട്ടുകളിലേക്കും യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കുന്നതിന് നന്ദി. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എക്സാംസ് എഴുതുന്നവരുണ്ട്, എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വലിയ ഗ്ലോറി ആ കുഞ്ഞുങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കണമേ. വഴികൾ തുറക്കുന്ന കർത്താവിന് സ്തോത്രം. അതുപോലെ കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അത് ഏറ്റവും മഹത്തരമായി തീരുവാൻ, ശ്രേഷ്ഠകരമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ മുതൽ 3 ദിവസത്തെ നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതം അത് ധന്യമായി തീരും, അനുഗ്രഹമായി തീരും. ഈ വർഷത്തെ ആദ്യത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ആണല്ലോ. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നു, ഒരു മനുഷ്യൻ താൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം?
അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തും മറുവില കൊടുക്കും. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തെന്നുള്ളതാണ് വലിയ പ്രാധാന്യം. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഈ താൽക്കാലികമായ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുന്നത്? ഈ ലോകത്തിൽ ആമേൻ നമ്മൾ ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു നിത്യമായ ജീവിതം നമുക്കുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. അങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. ലോകത്തിൽ സാധാരണയായി എല്ലാവരും ജീവിക്കുന്നത് ലോകത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടി, ആമേൻ, നമ്മൾ കൂടുതൽ മറ്റുള്ളവരെ നമ്മളെ അറിയിക്കാൻ വേണ്ടി, ഈ ലോകത്തിലെ ലക്ഷറിക്ക് വേണ്ടിയൊക്കെയാണ് എപ്പോഴും കൂടുതലും എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുക, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ എന്തെല്ലാം പദവികൾ നേടിയാലും, എത്രയൊക്കെ സമ്പത്ത് നേടിയാലും, ഏതൊക്കെ നിലയിൽ ഏതൊക്കെ ഹയർ ലെവലിൽ ഉയർന്നാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവൻ എന്ത് പ്രയോജനം? കാരണം അവൻ നഷ്ടപ്പെടുത്തിയാൽ കഴിഞ്ഞില്ലേ, പിന്നെ അവന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സഹോദരനോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, സഹോദരിയോടാണ് പറയുന്നത്, നമ്മൾ ജീവിക്കുമ്പോൾ ആ ഇറ്റേണൽ വാല്യൂ വെച്ച് ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം. ആമേൻ. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ. നമ്മൾ വിചാരിക്കും ലോകത്തിൽ പലർക്കും പലത് സംഭവിക്കുമ്പോഴും, പലയിടത്തും പലത് സംഭവിക്കുമ്പോഴും, പലരും മരിച്ചു പോകുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളൊരിക്കലും മരിക്കത്തില്ല എന്നൊരു തോന്നല്ല ഭൂരിഭാഗം ജനവും ജീവിക്കുന്നത്. അങ്ങനെയല്ല. ആമേൻ. ഒരു ദിവസം നമ്മളെല്ലാവരും ഇത് വിട്ടിട്ട്, ഈ കാണുന്നതെല്ലാം വിട്ടിട്ട് ഈ താൽക്കാലികമായ ലോകത്തിൽ നിന്നും നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളവർ. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകണം. അതുകൊണ്ട് ആ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ തന്നെ ചിന്തിച്ചോളൂ. നമ്മുടെ ആഗ്രഹം മുഴുവൻ ഉയരത്തിലായിരിക്കണം. നമ്മുടെ മനസ്സ് മുഴുവൻ ഉയരത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നവരായിരിക്കണം. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ എവിടുത്തെ ചിന്തിക്കുന്നു, ആമേൻ, നമുക്ക് ആ ഒരു ബോധ്യം, നമുക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം ആ മറഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം നമ്മൾ ഉയരത്തിലെ തന്നെ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് താൽക്കാലികമാണെന്നും, ഈ സുഖ സൗകര്യങ്ങൾ താൽക്കാലികമാണെന്നും, ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണെന്നുള്ളൊരു ബോധ്യം വേണം. നീതി പ്രസംഗിയായ നോഹയുടെ കാലഘട്ടത്തിൽ നോഹ പ്രസംഗിച്ചു, ഒരു വലിയ വെള്ളപ്പൊക്കം വരാൻ പോവുക, ഞാൻ പെട്ടകം തയ്യാറാക്കുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അതൊക്കെ അങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വിശ്വാസത്തെ തള്ളിക്കളഞ്ഞു. ആരും നോഹയെ ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. ആമേൻ. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ, ഈ ലോകത്തിലെ സന്തോഷം, ഈ ലോകത്തിലെ സുഖം, സമാധാനം, ഇതൊക്കെ ചിന്തിച്ച് ജീവിച്ചു. എന്നാൽ പ്രസംഗം നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അയ്യോ അബദ്ധം പറ്റിപ്പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അബദ്ധം പറ്റാൻ പാടില്ല. സഹോദരൻ അബദ്ധം പറ്റരുത്, സഹോദരിക്ക് അബദ്ധം പറ്റരുത്, കുഞ്ഞെ നിനക്ക് അബദ്ധം പറ്റരുത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ബോധ്യമാണ്, ഇറ്റേണൽ വാല്യൂസ്, നിത്യമായ വാല്യൂസ്, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തികൾ ഉണ്ടാകണം. ആമേൻ. നമുക്ക് ഈ ലോകത്തിൽ ലക്ഷറി ആമേൻ എന്നൊരു ചിന്തയല്ല വേണ്ടത്. ആമേൻ. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. സന്തോഷവും സമാധാനവും അനുഗ്രഹവുമായിട്ട് ജീവിക്കണം. പക്ഷേ അതിലുപരിയായി ഞാൻ ഈ താൽക്കാലിക ജീവിതത്തിൽ നിൽക്കുമ്പോൾ സ്വർഗീയ പ്രതിഫലത്തിനു വേണ്ടി വേണം ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുവാൻ. കാരണം ഒരു നാൾ നാം ഇതെല്ലാം വിട്ടുപിരിഞ്ഞു പോകേണ്ടവരാണ്. പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല. ഒരു രൂപ പോലും കൊണ്ടുപോകാൻ കഴിയത്തില്ല. ആമേൻ. അതുകൊണ്ട് ഒരു വാച്ച് പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വിലപ്പെട്ട സാധനവും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലഭിച്ചതൊക്കെയും കർത്താവിൻ്റെ നാമമഹത്വത്തിന് ഉപയോഗിച്ച് ആ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ കാണുന്നത് താൽക്കാലികമാണ്, എന്നാൽ വരാൻ പോകുന്നത് നിത്യമായതാണ്. ഒന്നുകൂടെ പറയാം, ഈ കാണുന്നത് താൽക്കാലികം, ഈ ജീവിതം താൽക്കാലികം, എന്നാൽ വരാൻ പോകുന്നത് നിത്യമാണ്. അതുകൊണ്ട് ആ ബോധ്യത്തോടു കൂടെ അതിനുവേണ്ടി വേണം ഈ ഭൂമിയിൽ പ്രിപ്പയർ ചെയ്യുവാൻ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത കയറട്ടെ, കർത്താവേ, എനിക്ക് തരുന്ന എല്ലാ നന്മകളും, എൻ്റെ കയ്യിലിരിക്കുന്ന സകല സ്രോതസ്സുകളും റിസോഴ്സുകളും
ദൈവനാമ മഹിമയ്ക്കായിട്ട് ഉപയോഗിക്കണം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ സ്വർഗീയ സന്തോഷത്തിൽ ആനന്ദിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ സ്വർഗീയ വാല്യൂസിനെ അംഗീകരിക്കട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും, യേശു പറഞ്ഞ വാക്കാകട്ടോ, തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിൽ ബുദ്ധിപൂർവ്വം ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ, ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.